ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ രാവിലെ ഒരു മോർണിംഗ് സഫാരിക്ക് പോവുകയാണ് മരുഭൂമിയിലൂടെ. ദുബായിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുമന്ന മണൽ കുന്നുകൾ കൊണ്ട് പ്രശസ്തമായ മരുഭൂമിയാണ് ലാഹ്ബാഗ് ഡെസേർട്ട്. റെഡ് ഡ്യൂൺസ് എന്നും ഇതറിയപ്പെടുന്നു. ഈഗിളിനെ കയ്യിലെടുത്ത് പറപ്പിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെയുണ്ട്. അതിന് നമ്മൾ അഡീഷണൽ പൈസ അടയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പലരെ ഈഗിളിനെയും കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ബൈക്ക് റൈഡിങ്ങിനും ഇവിടെ സൗകര്യങ്ങളുണ്ട്. ഹെൽമെറ്റ് നിർബന്ധമാണ്. ഗ്ലാസ് ധരിച്ചിരിക്കണം. ഇൻസ്ട്രക്ടറുടെ ബ്രീഫിങ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ശരിയായ ഷൂസ് ധരിക്കണം. സാൻഡൽ ഷൂസ് പറ്റുകയില്ല. മരുഭൂമിയിലെ മണൽ സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് അധികം സ്പീഡിൽ വിടരുതെന്നും നമുക്ക് പറഞ്ഞു തരും. ഇരു കൈകളും ഹാൻഡിൽ ഉറപ്പിച്ച് പിടിക്കണമെന്നും പെട്ടെന്ന് ബ്രേക്ക് പിടിക്കരുതെന്നും സാവധാനത്തിലെ ആക്സിലേറ്റർ കൂട്ടാവുള്ളൂ എന്നും മുന്നിലെ ബൈക്കിൽ നിന്ന് സുരക്ഷിതമായ ദൂരം പാലിക്കണമെന്നും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഇൻസ്ട്രക്ടർ തരുന്നുണ്ട്. വണ്ടികൾ ഓടിക്കുന്നിടത്തോട്ട് നമുക്ക് പ്രവേശനമില്ല. ഓടിക്കുന്നവർ മാത്രം അവിടെ കയറുക. ഒരു ത്രില്ലിംഗ് അനുഭവം തന്നെയാണ്. ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ നേരത്തെ തന്നെ വെള്ളം കുടിച്ചിരിക്കണമെന്നും അതുപോലെ തന്നെ കണ്ടമാനം ആഹാരം കഴിച്ചിരിക്കരുതെന്നും നേരത്തെ തന്നെ നിർദ്ദേശം തരുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ തന്നെ നിർത്തിയിടാനും നിർദ്ദേശിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരും ബൈക്ക് റൈഡിങ് ഇറങ്ങിയിട്ടുണ്ട്. ബൈക്ക് റൈഡിങ്ങിന് പോയവരുടെ സാഹസികതകളൊക്കെ ഞങ്ങൾ ആസ്വദിച്ചു. ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ടും പൊടി കണ്ടമാനം പറക്കുന്നതുകൊണ്ടും ഒരു ഷോള് പൊതിച്ചിരുന്നു. എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ കുറേ നല്ല നിമിഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഫോട്ടോയൊക്കെ എടുത്തു. ഇവിടെ നടക്കുന്ന ഓരോ കാഴ്ചകളും ഞങ്ങൾ ആസ്വദിച്ചു. ഡൂൺ ബാഷിംഗ് ആണ്. അടുത്ത ഒരു ഏരിയയിലേക്ക് പോവുകയാണ് ഞങ്ങൾ. ധാരാളം ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സാമാന്യം നല്ല സ്പീഡിൽ മരുഭൂമിയിലൂടെയുള്ള യാത്ര മണൽ പറന്നു വരുന്നുണ്ട്. കുന്നും മലയും താഴ്വരയും ഒക്കെ ഒരേ സ്പീഡിൽ ഒഴുകി പോകുന്ന പോലെ തോന്നുന്നു. സീറ്റ് ബെൽറ്റൊക്കെ നേരത്തെ തന്നെ ഞങ്ങളെ കൊണ്ട് ഇടിയിപ്പിച്ചിരുന്നു. കൊച്ചുകുട്ടികളെ ബെൽറ്റ് ഇട്ടിരുത്തണമെന്ന് പറഞ്ഞിരുന്നു. അവിടെ കൊച്ചു തമാശകളൊക്കെ ഞങ്ങൾ കാണിച്ചു. പ്രായം മറന്നുള്ള സന്തോഷങ്ങളായിരുന്നു.
ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ എല്ലാവരും തന്നെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തു. ഇവിടെ നടക്കുന്ന ഓരോന്നിൻ്റെയും ഫോട്ടോയും വീഡിയോയും എല്ലാവരും പകർത്തുന്നുണ്ട്. അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങളേറ്റ് എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളും ഒക്കെയായിട്ട് നിന്നു. സാൻഡ് ബോർഡിംഗ് ഉണ്ടായിരുന്നു, മണൽക്കുന്നിൽ നിന്ന് ബോർഡിൽ സ്ലൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഇവിടെ വരുവാൻ തന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ യാത്ര തുടരട്ടെ. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി വേഗം വരാവുന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു.